കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഓമശ്ശേരിയിലെ സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ മാനേജറായ ഷെബീർ അലി എന്ന യുവാവിനെയാണ് സംഘം കഴിഞ്ഞ തിങ്കളാഴ്ച തട്ടിക്കൊണ്ടുപോയത്. വ്യാപാര സംബന്ധമായ തർക്കങ്ങളെ തുടർന്നാണ് പ്രതികൾ മർദ്ദിച്ചതെന്നും തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ഫിറോസ് ഖാനാണെന്നുമാണ് യുവാവിന്റെ പരാതി. ഷെബീർ അലിയെ കോടഞ്ചേരിയിലെ റിസോർട്ടിലെത്തിച്ചും താമരശ്ശേരിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ചും പൂർണ്ണ നഗ്നനാക്കിയ ശേഷം ക്രൂരമായി മർദ്ദിക്കുകയും മുറിവുകളിൽ മുളകുപൊടി പുരട്ടിയതായും പരാതിയിലുണ്ട്. അവശനായ ഷെബീർ അലിയെ ഫിറോസ് ഖാൻ കഴിഞ്ഞ ദിവസം രാവിലെ താമരശ്ശേരി ടൗണിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ ആദ്യം താമരശ്ശേരിയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു. ആന്തരികമായ പരിക്കുകളൊന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമില്ല. യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ആക്രമണം നടക്കുന്ന ദിവസത്തിന് മുൻപും ഒരു സംഘം വീട്ടിലെത്തി ഭീഷണി മുഴക്കിയിരുന്നുവെന്ന ഷെബീർ അലിയുടെ ഭാര്യ പോലീസിനോട് പറഞ്ഞു. അതേസമയം കൊടുവള്ളി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചതായാണ് വിവരം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കഴിഞ്ഞ 15 വർഷത്തോളമായി ഫിറോസ് ഖാൻ എന്ന വ്യക്തി നടത്തുന്ന സ്ഥാപനത്തിൽ ജീവനക്കാരനാണ് ഷെബീർ. അവിടെ മാർക്കറ്റിംഗ് മാനേജറായാണ് ജോലി ചെയ്തിരുന്നത്. ശമ്പളം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് തർക്കങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. പ്രത്യേക മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചെന്നും അരമണിക്കൂറോളം സംസാരിച്ച ശേഷം ഭക്ഷണം കഴിക്കാൻ മുക്കത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറ്റിയെന്നും യുവാവ് പറയുന്നുണ്ട്. വാഹനം അഗസ്ത്യമൊഴി എത്തിയപ്പോൾ ഗുണ്ടാസംഘം കാറിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. തുടർന്ന് കൊട്ടേഷൻ സംഘം കഴുത്തിന് പിടിച്ചു. ആ സമയത്ത് വാഹനം ഓടിക്കുകയായിരുന്ന ഫിറോസ് ഖാൻ തന്റെ മുഖത്തിടിച്ചു. വാഹനം മുറമ്പാത്തി എത്തുന്നവരെ മർദ്ദനം തുടർന്നു. അത് കഴിഞ്ഞ് കോടഞ്ചേരിയിലെ റിസോർട്ടിൽ വെച്ചാണ് പിന്നീട് മർദ്ദിച്ചത്. പിന്നീട് വൈകുന്നേരം താമരശ്ശേരിയിൽ ഒരു കുന്നിൻ മുകളിൽ എത്തിച്ചും രാത്രി വയനാട്ടിലെത്തിച്ചും മർദ്ദിച്ചു. പിറ്റേ ദിവസം താമരശ്ശേരിയിലെത്തിച്ച് ഇറക്കി വിട്ടുവെന്നും ഷെബീർ അലി പറയുന്നുണ്ട്. തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പണം ഞങ്ങൾ തരും. ഇത് സംബന്ധിച്ച് കൊടുവള്ളി പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ പോലീസ് നടപടിയെടുത്തില്ലെന്നും യുവാവ് പറയുന്നുണ്ട്. തന്നെ മർദ്ദിക്കാൻ 5 ലക്ഷം രൂപ കൈമാറിയെന്നും പോലീസിനും പണം കൊടുത്തിട്ടുണ്ടെന്നും മർദ്ദിക്കുന്ന സമയത്ത് ഉടമ പറഞ്ഞതായും യുവാവ് ആരോപിക്കുന്നുണ്ട്. പരിക്കേറ്റ ഷെബീർ അലി ആദ്യം ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്ന് കൊടുവള്ളി പോലീസ് അറിയിച്ചിട്ടുണ്ട്.